ശ്രീ കെ സി പറയുന്ന പ്രകാരമാണെങ്കിൽ CPM-ന് ഇവിടെ ഒരു മാറ്റം വേണം എന്ന് വെച്ചാൽ അധികാരത്തിൽ നിന്ന് പുറത്തിരിക്കുന്ന മാറ്റമായിരിക്കും ശ്രീ കെ സി ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹമാണല്ലോ, അതിന് ആഗ്രഹിക്കുന്ന ആർക്കും തെറ്റില്ല. ഇപ്പോൾ 10 കൊല്ലമായി അവരിവിടെ അധികാരത്തിലില്ല. 2014 ശേഷം 9 ശേഷം 14 ശേഷം അവിടെ അധികാരത്തിലില്ല. സ്വാഭാവികമായിട്ടും ഇപ്പം അധികാരത്തിലുള്ളവർ മാറിയിരിക്കണമെന്ന് ഒരാഗ്രഹം ഉള്ളിൽ ശക്തമായി വന്ന് തികട്ടി വരാം. അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ മുമ്പ് ചില ഫാക്ച്വലറേഴ്സ് നമ്മുടെ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലെ 486-ൽ 9 കേരള യൂണിവേഴ്സിറ്റിയാണ്, 10 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ്, 11 MG യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അതിൽ ആദ്യത്തെ തന്നെ നമ്മൾ 3 യൂണിവേഴ്സിറ്റിയിൽ പെട്ടിട്ടുണ്ട്. നമ്മുടെ കോളേജുകൾ തന്നെ 100-ൽ ഇപ്പോൾ രാജഗിരി കോളേജ് 22-ൽ വന്നിട്ടുണ്ട് കോളേജസിൽ. അതുപോലെ മഹാരാജാസ് യൂണിവേഴ്സിറ്റി, സെന്റ് തെരേസാസ്, SH കുറേ കോളേജുകളും നല്ല റാങ്കിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ രൂപത്തിൽ അല്ല അതിൻ്റെ റാങ്കിങ് വന്നിട്ടുള്ളത്. പിന്നെ വ്യവസായത്തിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ഇൻഡസ്ട്രിയൽ കോറിഡോർ കിട്ടി, നമുക്ക് നല്ല അംഗീകാരമാണ്. പക്ഷെ 2022 ഡിസംബർ 14-ന് കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളും ചേരുന്ന SPV NIC DIC IT നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റ് 2022 ഡിസംബർ 14-ന് 3815 കോടി പദ്ധതി അംഗീകരിച്ചതാണ്. യു ഹാഡ് വെയിറ്റഡ് മോർ ദാൻ 1 year and 8 months ഫോർ യുവർ അപ്രൂവൽ. അതാണ് അതിൻ്റെ റിയാലിറ്റി എന്നുള്ളത്. പക്ഷെ ഞാൻ കുറ്റപ്പെടുന്നില്ല, തെരഞ്ഞെടുപ്പായിരുന്നു, പല ഘടകങ്ങളായിരിക്കാം. ഈ 3815-ൽ തന്നെ അങ്ങ് ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം അതിൻ്റെ 50% സ്റ്റേറ്റ് ഷെയറാണ്, ഭൂമി ഏറ്റെടുക്കൽ. അത് ഞങ്ങൾ ചെലവിട്ട് കഴിഞ്ഞു. 1710 ഏക്കറിന് 1786 കോടി രൂപ കേരളം ചെലവഴിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള 1786 50% അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് യൂണിയൻ ഗവൺമെന്റ് തരും. പ്ലസ് 235 crores ഗതിശക്തിയിൽ കണക്ടിവിറ്റിക്കും തരും. അത് നല്ലത് തന്നെ. ഇനി ഞങ്ങൾക്ക് ഒരു ഗ്ലോബൽ സിറ്റിയും ഇതുപോലെ NIC DIC MT അംഗീകരിച്ചത് അയ്യമ്പുഴയിൽ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മൾ റെഡിയാണ്. പിന്നെ ഇനി രാഷ്ട്രീയത്തിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആത്മസംതൃപ്തിക്ക് പറയാം, ഞങ്ങൾ നോക്കുമ്പോൾ സൂക്ഷ്മമായി കേരളത്തിൻ്റെ ചരിത്രം നിങ്ങൾ നോക്കിക്കൊള്ളൂ. ആദ്യത്തെ 30 വർഷം എടുത്താൽ ഞങ്ങൾ കഷ്ടിയുടെ 6 വർഷമുള്ളൂ. CPM നോക്കുമ്പോൾ 57 മുതൽ 87 വരെ ഉള്ളത്. പിന്നെ ഞങ്ങളൊരു 4 വർഷം. അത് കഴിഞ്ഞ് 96 2001 ഞങ്ങൾ ആദ്യമായി 5 വർഷം പൂർത്തീകരിച്ചു. ഞങ്ങൾ 5 വർഷം പൂർത്തീകരിച്ചപ്പോൾ ഞങ്ങൾക്ക് എതിരെയുള്ള എല്ലാ ശക്തികളും ഗവൺമെന്റ് CPM അത് കുഴപ്പമില്ല, നിങ്ങൾ കൂടി ചേരുന്ന ഭാഗത്തില്ല നോക്കുമ്പോൾ, നിങ്ങൾ കൂടി ചേരുന്നതിനല്ല. 96 2001 ഞങ്ങൾ ആദ്യത്തെ കംപ്ലീറ്റ് ഒരു ഫുൾ ടൈം വന്നു. എല്ലാവരും അതിൽ 2001-ലാണ് ഞങ്ങൾക്ക് ഏറ്റവും കുറവ് സീറ്റ് കിട്ടിയത്. പിന്നെ 2006 കഴിഞ്ഞു 11 പൂർത്തീകരിച്ചപ്പോൾ ഞങ്ങൾ വിജയത്തിനടുത്തെത്തിയ പരാജയമാണ്. കേരളത്തെ കോൺഗ്രസ് നോക്കുകയാണെങ്കിൽ 2011-16 ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് MLA-മാരുടെ പിന്തുണ ഉള്ള ഒരു ഗവൺമെന്റാണ്. പിന്നെ ഇവർ പ്രതിപക്ഷത്തിലേക്ക് വന്നു. 2 പ്രതിപക്ഷം നോക്കിയാലും അവരുടെ ഞങ്ങൾക്ക് കണ്ടിന്യൂ ഒരു തുടർച്ച കിട്ടിയെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്നതോടൊപ്പം ഇവരുടെ സീറ്റ് കുറഞ്ഞു. ഇവരും ലീഗും തമ്മിലുള്ള അന്തരം കുറഞ്ഞു. അപ്പൊ കേരള രാഷ്ട്രീയത്തിൽ ഈ മാറ്റം കാണണം. പിന്നെ ഓരോ തെരഞ്ഞെടുപ്പ്, ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയമാണ് സ്വാഭാവികമായിട്ടും ജനങ്ങൾ പരിഗണിക്കുക. സംസ്ഥാന രാഷ്ട്രീയം വരുമ്പോൾ സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ അവർ പരിശോധിക്കും. ഇനിയിപ്പോൾ നേരത്തെ അയ്യപ്പദാസ് പറഞ്ഞല്ലോ, നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷനിലേക്ക് പോവുകയാണ്. ആ ഘട്ടത്തിൽ പ്രാദേശിക ഘടകങ്ങളായിരിക്കും അവിടുത്തെ പ്രശ്നങ്ങൾ. മറ്റതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. കുറച്ച് ക്യാമ്പയിൻ ഇലക്ഷൻ ചെയ്യുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ ചിലപ്പോൾ ഞങ്ങൾക്കെതിരെയുള്ള ആളുകളും ചിലപ്പോൾ അതിന്റെ വികാരമൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് നമ്മളൊരു ചക്ക വീണ് മൊയിൽ അത്രയും ഒരു ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ് ജനങ്ങൾ നമ്മൾ കരുതാനേ പാടില്ല. ചക്ക വീഴുമ്പോ മൊയിൽ വീഴും അങ്ങനെ രീതി എഴുതുന്നല്ല ജനങ്ങൾ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, വ്യാഖ്യാനിക്കാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞത് ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ അവരങ്ങനെ ചിന്തിച്ചു പോകുന്നു. അങ്ങനെ ഒരു ആകാരം നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ രണ്ടാമതൊരു പ്രാവശ്യം കൂടി ജനങ്ങൾക്ക് അധികാരം കൊടുക്കാൻ അവസരം ജനങ്ങൾ കൊടുത്തപ്പോൾ ആ കൊടുത്ത ജനങ്ങൾ തന്നെ അത് വളരെ മോശമായി പോകുന്ന ഒരവസ്ഥ ഉണ്ടായി എന്ന് ചിന്തിക്കുന്ന സാഹചര്യം നിങ്ങളായിട്ട് അഭിപ്രായം അംഗീകരിക്കേണ്ടത് മാത്രം. നമ്മളാരും ഇപ്പോൾ ഈ ആങ്കർമാർ സാധാരണ പറയാ
ജനങ്ങൾ അംഗീകരിക്കില്ല. അപ്പൊ നമ്മൾ ഇവരെ ജനം മുഴുവൻ ഇവർക്ക് മെസ്സേജ് കൊടുത്തത്. അതുപോലെ ഞാൻ പറയുന്നു, എന്റെ പാർട്ടിയുടെ നിരീക്ഷണമോ എന്റെ അഭിപ്രായമോ വിലയിരുത്തലാകാം. അങ്ങയുടെ അഭിപ്രായത്തിൽ ജനം ആഗ്രഹിക്കുന്നത് ഇതേ തീർച്ചയായിട്ടും പറയാം, ഞാൻ കൃത്യമായിട്ട് പറയാം. ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ അത് ഞങ്ങൾ പരിശോധിച്ചു. ഞങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങൾക്കൊരു സാമ്പത്തിക പ്രതിസന്ധി ഞാൻ പറയുന്നില്ല, ഒരു ധനപ്രതിസന്ധി ഉണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തര വരുമാനം 48% വർദ്ധിച്ചു. പക്ഷേ കേന്ദ്രം സംസ്ഥാനത്തിന്റെ ഷെയറിൽ വലിയ മാറ്റം വന്നു. ഈ റിസർവ് ബാങ്ക് റിപ്പോർട്ട് തന്നെ നോക്കിയാൽ മതി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഞെരുക്കം ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ആ ഞെരുക്കത്തിൽ ഞങ്ങൾ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിൽ ഞങ്ങൾ കുറവുണ്ടായോ? ഞങ്ങൾ നോക്കിയപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ച് കുറവുകളുണ്ട്. ആ കുറവുകൾ ഞങ്ങൾ തിരുത്തുന്നു. തിരുത്തിയിട്ട് ഇപ്പോ ഞങ്ങൾ കൂടുതൽ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ ഒപ്പം തന്നെ ഇപ്പൊ കേരളത്തിൽ വ്യവസായ മേഖലയിൽ മാറ്റം നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പൊ ഞാൻ പറയാം, ഒരു 40,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ 3 വർഷത്തിന് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഓരോന്ന് മാപ്പ് ചെയ്തിട്ട് ഈ സിറ്റി തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോ സഫ്രാൻ, ഡി സ്പേസ്, അതുപോലെ തന്നെ 3 അമേരിക്കൻ കമ്പനികളുടെ ഇപ്പൊ ഞാൻ ഉദ്ഘാടനം ചെയ്തു. ഇറ്റാലി BMW ഉൾപ്പെടെ. അതോടൊപ്പം ടാറ്റ എലക്സിയുടെ 65% ഇപ്പൊ കേരളത്തിലാണ് വർക്ക് ഫോഴ്സ്. IBM അവരുടെ ഇന്ത്യയിലെ ഹബ്ബാക്കി ഇവിടെ മാറ്റി. അപ്പൊ നമ്മൾ മാറ്റം വരുന്നുണ്ട്. കുറെ കൂടി വേഗത വരേണ്ടതാണ്, നമ്മളെല്ലാവരും കൂടി ശ്രമിക്കേണ്ടതാണ്. അതെല്ലാം ജനങ്ങളിലേക്ക് എത്തും. ഈ മാറ്റം വരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ വ്യവസായങ്ങൾ കൊണ്ടിരുന്നുള്ളൂ. അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ കേരളത്തിന്റെ സ്ഥിതി എന്താണ് ഇപ്പോഴും? മാത്രമല്ല, വളരെ ഭീകരമായൊരു ചിത്രം കേരളത്തിൽ വന്നിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ അറിയാം. തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. പല വീടുകളിലും ആളുകളില്ല, ചെറുപ്പക്കാരില്ല. അത് മറ്റൊരു ചെറുപ്പക്കാരില്ല. അവർക്ക് കേരളത്തിൽ പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടോ? അവർക്ക് കേരളത്തിന്റെ അവരുടെ ജീവിക്കാൻ ആവശ്യമായ അവസ്ഥയുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രമാത്രം ബ്രെയിൻ ഡ്രെയിനിലേക്ക് കേരളം പോകുന്നത്? നിങ്ങൾ ഒരു കാര്യം, മൊബിലിറ്റി റിപ്പോർട്ട് നോക്ക്, ഇന്ത്യൻ മൊബിലിറ്റി റിപ്പോർട്ട്. ഓരോ സ്റ്റേറ്റിൽ നിന്നും എത്രയാണ് പുറത്തേക്ക് പോകുന്നത്? മൊബിലിറ്റി റിപ്പോർട്ട് നോക്കൂ. എല്ലാ സ്റ്റേറ്റിൽ നിന്നും കൊടുക്കുന്നുണ്ട്. അല്ലല്ല, ആന്ധ്ര തെലുങ്കാനയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ. എന്തായാലും ഈ രാഷ്ട്രീയത്തിന് പുറത്ത് നമുക്ക് വളരെ